Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾക്ക് അറിയാം സെപ്റ്റംബർ 9 തൊട്ടായിരുന്നു നമുക്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് എടുക്കുമ്പോൾ നമുക്ക് ഏത് നെറ്റ്വർക്ക് വേണം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എംഎക്സ് വേണോ അല്ലെങ്കിൽ എന്താ പറയുക വിസ വേണോ റൂപേ വേണോ മാസ്റ്റർ കാർഡ് വേണോ ഏത് വേരിയന്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റണം. അതായിരുന്നു നമ്മുടെ പുതിയ RBIയുടെ റൂള്. പക്ഷേ അതിന് സത്യാവസ്ഥ എന്താ വെച്ചാൽ നമുക്ക് സെപ്റ്റംബർ 9 കഴിഞ്ഞല്ലോ. പക്ഷേ ഇതുവരെ ആയിട്ടും പകുതി ബാങ്കുകളും അതായത് ഒരു 90% അല്ലെങ്കിൽ 80% ബാങ്കുകളും ഈ സാധനം കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ചില ബാങ്കുകളായിട്ട് അതായത് യെസ് ബാങ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ BOB ബാങ്ക് ഒക്കെ നമുക്ക് ഏത് ബാങ്കാണ് ഏത് കാർഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഓപ്ഷൻ വരുന്നുണ്ട് സെലക്ട് ചെയ്യാൻ ഏത് നെറ്റ്വർക്ക് വേണമെന്ന് വെച്ചിട്ട് അവർക്കുള്ള നെറ്റ്വർക്കിൽ വേണം. എംഎക്സിന് ഈ ഇത് ആപ്ലിക്കബിൾ അല്ല. എംഎക്സിന് അവരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു RBI. അതായത് നമുക്ക് അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, ഡയറക്റ്റ് അമേരിക്കൻ എക്സ്പ്രസ് കാർഡാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കും ഒക്കെ ചില അവരുടെ എംഎക്സ് നെറ്റ്വർക്കിൽ കാർഡ് ഇറക്കുന്നുണ്ട്. അതല്ല നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള എംഎക്സ് കാർഡ് ഉണ്ടല്ലോ, ഈ കാർഡ് ഇവർക്ക് എംഎക്സ് കാറ്റഗറിയിൽ മാത്രം മതി, മറ്റേ വേറെ കാറ്റഗറിയിലൊന്നും വേണ്ട. അത് ഓൾറെഡി RBI വരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡയറക്റ്റ് സാധനമാണ്, ഡയറക്റ്റ് ബാങ്കും നെറ്റ്വർക്കും ഒക്കെ ഒരാൾക്കാർ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ബാങ്കുകളും ആക്ച്വലി ഇങ്ങനെ ഒരു ഓപ്ഷൻ. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആക്സിസ് ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ റൂപേ കാറ്റഗറിയിൽ ഉള്ള കാർഡ് ആകെ മൂന്നെണ്ണുള്ളൂ. ബാക്കി എല്ലാ മോഡൽസിലും ശരിക്കും RBI റൂൾ പറയുന്നത് ഏത് കാർഡ് എടുത്താലും അതിൽ എല്ലാ മോഡൽസും വേണമെന്നാണ്, അതായത് എല്ലാ നെറ്റ്വർക്കും വേണമെന്നാണ്. പക്ഷെ ഇപ്പോഴും ഒറ്റ ബാങ്കുകളും ഇത് ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇത് നമുക്ക് പുതിയ കാർഡ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഓൾറെഡി കാർഡ് ഉള്ളവർക്കും ഇത് അപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങളുടെ ഓൾറെഡി ഒരു കാർഡ് ഉണ്ട്, ആ കാർഡിന്റെ വാലിഡിറ്റി കഴിയാറായി വിചാരിക്കാം. അത് പുതുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും. ചില ഇപ്പോൾ കാർഡ് പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് ഇത് നമുക്ക് അല്ലാത്ത ടൈമിലും അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ കെയർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് കാർഡ് ഡിയാക്ട് നമ്മുടെ വാലിഡിറ്റി കഴിയാറാകുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ നെറ്റ്വർക്കിലേക്ക് മാറാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ കാർഡ് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറിൽ തന്നെ അപ്രൂവ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ നോർമൽ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ആക്ച്വലി അവരവിടെ കാണിക്കും ഏത് ഇതിലാണ് വേണ്ടത്, അതായത് ഏത് നെറ്റ്വർക്കിലാണ് വേണ്ടത് അവിടെ ചോയ്സ് കാണിക്കണം. അങ്ങനെയാണ് പുതിയ റൂൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലല്ലോ, മിക്ക എല്ലാ ബാങ്കുകളും റൂപേ കാറ്റഗറിയിലാണ് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും റൂപേ കാർഡ് വേണ്ടോ UPയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാ ബാങ്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് RBI ബാങ്ക് വരെ റൂപേയിൽ ഇറക്കി തുടങ്ങി. അപ്പോൾ എല്ലാവരും റൂപേയിലാണ് ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ വിസ കാർഡും മാസ്റ്റർ കാർഡിനൊക്കെ ശരിക്കും ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്തെങ്കിലും. എന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർക്ക് വിസയും മാസ്റ്റർ കാർഡും മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നേരെ തിരിച്ചാൽ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ റൂള് ആക്ച്വലി വന്നത്. പക്ഷെ അത് നല്ല റൂളാണ്. പക്ഷെ ഇന്ത്യയിലത്തെ കുഴപ്പം ഇതാണ്, മര്യാദയ്ക്ക് ആരും ഒന്നും റൂൾ ഫോളോ ചെയ്യില്ല. അതാണ് പ്രോബ്ലം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എന്താ പറയാ സിബിൽ സ്കോർ, അതായത് ക്രെഡിറ്റ് ബ്യൂറോസിന് വേണ്ടിയിട്ട് പുതിയ റൂളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എത്ര ശതമാനം ഇംപ്ലിമെന്റ് ആയെന്നൊക്കെ ദൈവത്തിന് അറിയാൻ പറ്റുള്ളൂ. അത് കറക്റ്റായിട്ട് ഈ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർ ഇതൊന്നും ഫോളോ ചെയ്യാത്ത നല്ലൊരു പ്രശ്നമാണ്. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനത്തെ പ്രശ്നം തന്നെയാണ്. റൂൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ആരും ഫോളോ ചെയ്യില്ല, ആരും ഇംപ്ലിമെന്റ് ചെയ്യില്ല. അതാണ് പ്രോബ്ലം. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ കാർഡ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ യെസ് ബാങ്ക് ഒക്കെ എല്ലാ കാർഡിന്റെ കാറ്റഗറിയിലും അവർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻ തരുന്നുണ്ട് ഏത് ടൈപ്പ് വേണം. യെസ് ബാങ്കിന്റെ കാര്യം പറഞ്ഞത് ഈ കഴിഞ്ഞ മാസത്തിൽ തൊട്ട് ആക്ച്വലി യെസ് ബാങ്കിന്റെ കാർഡ് അത്യാവശ്യം നല്ലോണം അപ്രൂവൽ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ യെസ് ബാങ്കിന്റെ നമ്മുടെ സെറ്റപ്പിന്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കേണ്ടത് നമ്മുടെ റെഫറൽ ലിങ്ക് ആണ്. നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലേക്ക് കിട്ടാം. എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ അപ്രൂവൽ ഭയങ്കര മോശമാണ്, ഭയങ്കര കുറവാണ്. മിക്ക എല്ലാ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളും അപ്രൂവൽ റേറ്റ് ഭയങ്കര കുറവാണ്. ICICI ബാങ്ക് ഒന്നും അപ്ലൈ ചെയ്യാനേ പോകണ്ട, ഭയങ്കര അപ്രൂവൽ റേറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു സംഭവം നമ്മുടെ നെറ്റ്വർക്കിൻ്റെ. എന്ന് വെച്ചാൽ കുറേ കമന്റ് നമുക്ക് വരാറുണ്ട്, എനിക്ക് എൻ്റെ കാർഡ് റൂപയിലേക്ക് മാറ്റാൻ പറ്റുമെന്ന്. മിക്ക ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത്, മാസ്റ്റർ കാർഡ് വേരിയന്റും വിസ കാർഡ് വേരിയന്റും റൂപയിലേക്ക് മാറ്റാൻ പറ്റും. എത്ര കമന്റ് വരുന്ന അറിയോ? അപ്പോൾ അതിൻ്റെയാണ് ഈ അപ്ഡേറ്റ്. എന്താ ഇടയ്ക്കിടയ്ക്ക് വെള്ളി പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ iPhone 16 സീരീസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെ കണ്ടുനോക്കുക നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്തവരെ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമന്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. Instagram പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.